വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുള്ള അസംതൃപ്തി ആവർത്തിച്ച് എ പത്മകുമാർ. CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് എ പത്മകുമാർ തന്റെ ഫേസ്ബുക്കിലെ നിലപാട് ആവർത്തിച്ചത്. എന്തു വന്നാലും താൻ CPM വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ CPM തന്നെയാണ്. CPMന്റെ സംഘടനാ വിഷയങ്ങളിലുണ്ടായ എന്റെ മാനസിക വിഷമം പറഞ്ഞെന്നേയുള്ളൂ. CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാട് സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർട്ടി തന്നെയാണ് ശരി. ഞാൻ CPM വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. പത്തനംതിട്ടയിൽ നിന്ന് KP ഉദയഭാനുവും രാജു എബ്രഹാമും സംസ്ഥാന സമിതിയിൽ വരുന്നു. നമുക്കാർക്കും അതിൽ തർക്കമില്ല. പക്ഷേ ഇന്നുവരെ സംഘടനാ രംഗത്ത് ഒരു കാര്യവും ചെയ്യാത്തയാളാണ് വീണ ജോർജ്. അവരെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നമ്മൾ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നയാളാണ്. അങ്ങനെ ഒരാൾ 2 തവണ MLA ആകുന്നു, പെട്ടെന്ന് മന്ത്രിയാകുന്നു. അവർ കഴിവുള്ള സ്ത്രീയാണ്. പക്ഷേ അവരെ പോലെ ഒരാളിനെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി CPMലെ ഉന്നത ഘടകത്തിൽ വെക്കുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ പേർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് തുറന്നു പറയാൻ ഒരാളെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞെന്നേയുള്ളൂ, വേറെ ഒന്നുമില്ല. അച്ചടക്ക നടപടി നേരിട്ടാലും പാർട്ടിയിൽ തന്നെ തുടരും. പാർട്ടി വിട്ടുപോയേക്കാമെന്ന സൂചനകളുടെ ആവശ്യമില്ല. 15ാം വയസ്സിൽ SFIയുടെ പ്രവർത്തകനായാണ് വരുന്നത്. നാളിതുവരെ അതിന് മാറ്റമുണ്ടായിട്ടില്ല. ഇപ്പോൾ 52 വർഷമായി. ഇനിയിപ്പോൾ വയസ്സാം കാലത്ത് വേറെ ഒരു പാർട്ടി നോക്കാൻ ഞാനില്ല. ഞാൻ CPM ആയിരിക്കും. പാർട്ടി ആശയങ്ങളിലും നിലപാടിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി അംഗത്വത്തോടെ ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. അത് പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ നിൽക്കും. എന്റെ 52 വർഷത്തേക്കാൾ വലുതാണ് അവരുടെ 9 വർഷം. അവർ എന്നേക്കാൾ ഒരുപാട് കഴിവുള്ള സ്ത്രീയാണ്. അതുകൊണ്ടാണെന്ന് കരുതുന്നു. മാറ്റി നിർത്തിയതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയാം, പത്മകുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന സമിതിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്ന് എ പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കാത്തതും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതുമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്.